യുക്രൈനിൽ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികൻ വെള്ളരിക്കുണ്ടിലെ അഖിൽ ജോയലിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അഖിലിന്റെ മൃതദേഹം വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിയത്. ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നും റോഡ് മാർഗം കൊണ്ടുവന്ന മൃതദേഹം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അഖിൽ ജോയന്റെ വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിയത്. പിന്നാലെ തന്നെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ജില്ലാ കലക്ടർ അർജുൻ പാട്ടിൻ IAS റീത്ത് സമർപ്പിച്ചു. കൂടാതെ മണ്ഡലം MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാമും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും കാസർഗോഡ് RDO വിജയകുമാർ, വെള്ളരിക്കുണ്ട് തഹസിൽദാർ KB രാമു തുടങ്ങിയ ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കളുമെല്ലാം നേരിട്ടെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. കാത്തിരിപ്പുകൾ അവസാനിപ്പിച്ച് ഒരു മാസത്തിനു ശേഷമാണ് അഖിലിന്റെ മൃതദേഹം വീട്ടിലെത്തിയത്. ജൂലൈ 19 യുക്രൈനിലെ ഒഡേസ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ അഖിൽ ജോയൻ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 4 ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള 10 പേരിലെ ഏക മലയാളിയാണ് അഖിൽ. ഗോൾഡൻ ലിയോ എന്ന കപ്പലിലെ ജീവനക്കാരനായിരുന്ന അഖിൽ ജോയൻ വെള്ളരിക്കുണ്ടിലെ ജോയൻ സാലി ദമ്പതികളുടെ ഏക മകനാണ്. കഴിഞ്ഞ 4 വർഷമായി മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന 26-കാരനായ അഖിൽ ജോയൻ വിവാഹം നടക്കാനിരിക്കെയാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.